സിദ്ദിഖിനെതിരായ ലൈംഗികാരോപണ കേസ് അന്വേഷിക്കുന്ന ക്രൈംബ്രാഞ്ച് SP മെറിൻ ജോസഫ് ദില്ലിയിലെത്തി. സർക്കാരിന് വേണ്ടി ഹാജരാകുന്ന അഭിഭാഷകരുമായി മെറിൻ കൂടിക്കാഴ്ച നടത്തി. കേസുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ കൈമാറി. ഇതിനിടെ സിദ്ദിഖിന് മുൻകൂർ ജാമ്യാപേക്ഷയ്ക്കെതിരെ പൊതുപ്രവർത്തകനായ നവാസ് പായ്ച്ചിറ സുപ്രീം കോടതിയിൽ തടസ്സ ഹർജിയും നൽകി. നോബിൾ മാരിക്കാരൻ വിവരങ്ങളുമായിട്ടുണ്ട്. നോബിൾ, ഇപ്പോൾ SITയുമായി ബന്ധപ്പെട്ട് എന്താണ് ഇപ്പോൾ ഡൽഹിയിൽ നടക്കുന്നത്? ഇപ്പോൾ അഭിഭാഷകരുമായി മെറിൻ ജോസഫ് കൂടിക്കാഴ്ച നടത്തുന്നതിന്റെ വിശദാംശങ്ങൾ എന്താണ്? ഇപ്പോൾ സിദ്ദിഖ് ഇപ്പോൾ കൊച്ചിയിൽ തന്നെയുണ്ട് എന്ന വിവരങ്ങൾ ഒരു വശത്ത് വരികയാണ്. അപ്പോഴും അന്വേഷണ സംഘം പിടികൂടുന്നില്ല എന്നൊരു യാഥാർത്ഥ്യം അവിടെ നിൽക്കുന്നു. എന്താണ് ഈ തടസ്സ ഹർജിയുമായി ബന്ധപ്പെട്ട വിവരങ്ങളും? സിദ്ദിഖിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ നാളെയാണ് സുപ്രീം കോടതി പരിഗണിക്കുന്നത്. അതിനു മുന്നോടിയായാണ് പ്രത്യേക അന്വേഷണ സംഘത്തിലെ സിദ്ദിഖിന്റെ കേസ് അന്വേഷിക്കുന്ന ഉദ്യോഗസ്ഥ മെറിൻ ജോസഫ് IPS ഇന്നിപ്പോൾ ദില്ലിയിൽ എത്തിയിരിക്കുന്നത്. ഡൽഹിയിൽ എത്തി അവർ അഭിഭാഷകരുമായി കൂടിക്കാഴ്ച നടത്തി. അഡീഷണൽ സോളിസിറ്റർ ജനറൽ ഐശ്വര്യ ഭട്ടിയുമായാണ് ഇന്നിപ്പോൾ കൂടിക്കാഴ്ച നടത്തിയത്. കേരളത്തിലെ സ്റ്റാൻഡിംഗ് കൗൺസിൽ നീഷ രാജൻ ശങ്കറും ഒപ്പം ഉണ്ടായിരുന്നു. പ്രധാനമായും ഈ കേസുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ അടക്കം അഭിഭാഷകരുമായി കൂടിക്കാഴ്ചയിൽ ചർച്ചയായിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത്. പ്രധാനമായും സുപ്രീം കോടതിയിൽ ഈ ബലാത്സംഗം അടക്കമുള്ള കേസുകൾ സിദ്ദിഖിനെതിരെ നിൽക്കും എന്ന കാര്യം കോടതിയെ സംസ്ഥാന സർക്കാർ അറിയിക്കും. നേരത്തെ ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുൻ സോളിസിറ്റർ ജനറൽ രഞ്ജിത് കുമാർ ആയിരുന്നു ഹാജരാകാൻ നിശ്ചയിച്ചിരുന്നത്. എന്നാൽ അദ്ദേഹത്തിന് ഓൺലൈനായി മാത്രമേ ഹാജരാകാൻ കഴിയുകയുള്ളൂ എന്ന് അറിയിച്ചതിന്റെ പശ്ചാത്തലത്തിലാണ് ASTA എന്താണെങ്കിലും ഈ കേസിൽ സംസ്ഥാന സർക്കാർ നിയോഗിച്ചിരിക്കുന്നത്. ഇനിയിപ്പോൾ വൈകിട്ടും ചില കൂടിക്കാഴ്ചകൾ മെറിൻ ദില്ലിയിൽ നടത്തുന്നുണ്ട് എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. അഭിഭാഷകരുമായി ചില ഓൺലൈൻ മീറ്റുകൾ ഉൾപ്പെടെ നിശ്ചയിച്ചിട്ടുണ്ട് എന്നും അറിയാൻ കഴിയുന്നു. അതേസമയം ഈ സിദ്ദിഖിന്റെ കേസിൽ ഒരു തടസ്സ ഹർജി കൂടി സുപ്രീം കോടതിയിൽ എത്തിയിരിക്കുന്നു എന്നാണ് പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം. നേരത്തെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ അതിജീവിത തന്നെ തടസ്സ ഹർജി നൽകിയിരുന്നു. തന്റെ വാദം കേൾക്കാതെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ നിലപാട് അറിയിക്കരുത്, തീരുമാനം എടുക്കരുത് എന്തായിരുന്നു ആ തടസ്സ ഹർജി. ഇപ്പോൾ ഇത് പൊതുപ്രവർത്തകനായ നവാസ് പായ്ച്ചിറയാണ് വീണ്ടും ഇതിലൊരു തടസ്സ ഹർജി നൽകിയിരിക്കുന്നത്. ഈ നവാസ് പായ്ച്ചിറയുടെ പരാതിയിലാണ് നേരത്തെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രത്യേക അന്വേഷണ സംഘത്തെ ഉൾപ്പെടെ രൂപീകരിക്കുകയും ചെയ്തിരുന്നത്. ഇത്തരത്തിൽ സുപ്രീം കോടതി നാളെ എന്താണെങ്കിലും സിദ്ദിഖിന്റെ കേസ് എടുക്കുമ്പോൾ വലിയ വാദത്തിലേക്ക് പോകും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ജസ്റ്റിസുമാരായ ബേര ത്രിവേദി അതോടൊപ്പം സതീഷ് ചന്ദ്ര ശർമ്മ എന്നിവരാണ് നാളെ ഈ കേസ് പരിഗണിക്കുന്നത്. അതിനു മുന്നോടിയായാണ് ഈ കേസിലെ അന്വേഷണ ഉദ്യോഗസ്ഥ കൂടിയായ മെറിൻ ജോസഫ് ദില്ലിയിലെത്തി അഭിഭാഷകരായി കൂടിക്കാഴ്ച നടത്തിക്കൊണ്ട് കേസിന്റെ വിശദാംശങ്ങൾ ഉൾപ്പെടെ ഇപ്പോൾ അഭിഭാഷകർക്ക് കൈമാറിയിരിക്കുന്നത്. സ്മൃതി, ശരി, നോബിൾ മാരിക്കാരനാണ് വിവരങ്ങൾ നൽകുന്നത്.